വാർത്തയിൽ സമൂഹ മാധ്യമങ്ങളിൽ വേടന് വലിയ പിന്തുണയാണ് ഏറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ശിക്ഷിക്കപ്പെടണം. പക്ഷേ അമിതമായ പ്രാധാന്യം വേടൻ്റെ അറസ്റ്റിന് നൽകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. 6 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. ആ മുറിയിൽ 9 പേരുണ്ടായിരുന്നു. എങ്ങനെ പകർത്തെടുത്താലും അത് 1 ഗ്രാമിൽ താഴെയാണ് ഇവരുടെ പേരിൽ വരിക. പക്ഷേ ഇപ്പോൾ ഗൂഢാലോചന കുറ്റമടക്കം വേടന്റെ പേരിൽ ചേർത്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വേടന്റെ ഫ്ളാറ്റിൽ കണ്ടെത്തിയ മഴുവിന്റെ പേരിൽ ആംസ് ആക്ട് പ്രകാരം കേസെടുക്കാൻ വരെ തീരുമാനിച്ചു. ഇപ്പോൾ അതില്ല. അത് മനസ്സിലായി. അത് ഓൺലൈൻ വഴി എടുത്തതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോഴെങ്കിലും ഈ അന്വേഷണത്തെ വഴിതെറ്റിച്ചു വിടുന്നുണ്ടോ എന്ന തരത്തിലാണ് ചർച്ച ഇപ്പോൾ നടക്കുന്നത് അല്ലേ? അതൊരു ഭയങ്കര വാർത്താ പ്രാധാന്യം കൂടി വന്നതോടെ മാത്രമല്ല സംവിധായകർക്ക് കിട്ടാത്ത വലിയ പ്രാധാന്യം വേടന്റെ വാർത്തയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം അത് വേടൻ സ്വീകരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സാർ, ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ റാപ്പേഴ്സിൽ, കേരളത്തിലെ റാപ്പേഴ്സിലെ വേടനുള്ള ഒരു ഇമേജ് വേറെയാണ്. ഒരു ആന്റി കാസ്റ്റ് വോയിസ്ലെസ് റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ആർക്കും ഇല്ലാത്ത സ്വീകാര്യത. വോയിസ്ലെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ തുടങ്ങിയത് തന്നെ. പലരെയും അസ്വസ്ഥപ്പെടുത്തി. അതിൽ തന്നെ എങ്ങനെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച് വേടൻ പറയുന്നത്? അത് പാട്ടുരൂപത്തിൽ പറയുമ്പോൾ നിങ്ങൾ വലിയ പ്രബന്ധങ്ങൾ എഴുതുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരൊറ്റ റാപ്പ് പാട്ടിലൂടെ. അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ അത് ഷോക്കേസ് ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള വരികൾ എഴുതുന്നു. ആ വരികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പാടുന്ന രീതി പഴയ തലമുറയിലെ ആളുകൾ ഇതെന്ത് പാട്ടടേ എന്നൊക്കെ. പക്ഷെ പുതിയ തലമുറയിലെ ആളുകളെ സംബന്ധിച്ച് ഈ ഗബ്രി ആണെങ്കിലും ശരി, വേടനാണെങ്കിലും ശരി, ഇവരുടെയൊക്കെ പാട്ടുകൾക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. മാത്രവുമല്ല പലപ്പോഴും സിന്തറ്റിക് ഡ്രഗ്സിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. പലപ്പോഴും അതൊരു തെറ്റിദ്ധാരണ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഈ വേടൻ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്ന മട്ടിലാണ്. അങ്ങനെയല്ല. വേടൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം കള്ളിൻ്റെ കാര്യത്തിൽ വേടൻ എടുത്തിരിക്കുന്നൊരു, ഞാൻ കള്ളു കുടിക്കുന്ന ആളാണ് എന്ന് വേടൻ പറയും. അങ്ങനെ പൊതുവെ പറയാമോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാ മദ്യ ഉപയോഗവും ലഹരിയാണ്, ലഹരി ആരോഗ്യത്തിന് കേടാണ് എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പക്ഷെ അത് തുറന്നു പറഞ്ഞിട്ട് പറയുന്നത്, മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് എല്ലാ പരിപാടിയുടെ മുൻപും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത് അത്യന്തം അപകടകരമായി ന്യൂറോണിനെയൊക്കെ ബാധിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓർഗാനിക് ആയിട്ടിരിക്കുന്ന ഒരു റീജുവനേഷൻ ഡ്രഗ് എന്ന രീതിയിലാണ് ഈ കഞ്ചാവിനെ പലരും കാണുന്നത്. നമ്മളതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അമിതമായ പ്രാധാന്യം വേടന്റെ അറസ്റ്റിന് കിട്ടുന്നത് ഈ അന്വേഷണത്തിൽ പോലീസിനും എക്സൈസിനും സഹായമാവുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം.